രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ തോറ്റതിലല്ല എനിക്ക് വിഷമം. ആ 19 റൺ എന്ന് പറയുന്ന ലീഡ് അതല്ലാതെ ഒരു 100 റണ്ണെങ്കിലും ഇന്ത്യക്ക് അടിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഇത്രയും വിഷമം വരത്തില്ലായിരുന്നു. അതും പോട്ടെ, ആ 19 റൺ അടിച്ചു. ആ 19 റൺ അടിക്കാൻ ഓസ്ട്രേലിയ ഇന്ത്യക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു ചെറിയൊരു ആശ്വാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഓസ്ട്രേലിയ വളരെ സിമ്പിളായിട്ട് ആ 19 റൺ അടിച്ചു. ഇന്ത്യയിൽ ആ ഒരു ഫൈറ്റ് ബാക്കേ കണ്ടില്ല എന്ന് സത്യം പറഞ്ഞാൽ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായിപ്പോയി. ഇപ്പൊ പാറ്റ് കമ്മിൻസ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ വിക്കറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഷോർട്ട് ബോളിലാണ് മൊത്തം എടുത്തത്. ബൂമറയ്ക്കെതിരെ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് ബോഡി ലൈനിൽ അത്യാവശ്യം നന്നായിട്ട് തലയ്ക്ക് ഒരുപാട് ബോളുകൾ പാറ്റ് കമ്മിൻസ് ചെയ്യണ്ടായി. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് 100 റണ്ണെങ്കിലും ഇന്ത്യക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് ബാക്ക്, ആ ഒരു എനർജി, ആ ഒരു അഗ്രഷൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് വളരെ നിരാശയായിപ്പോയി. ഒരു അത്യാവശ്യം അഗ്രസീവായിട്ട് ആ 19 റൺ എടുക്കാൻ ഓസ്ട്രേലിയ ബുദ്ധിമുട്ടിക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു ആസ് എ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻ. പക്ഷെ വളരെ ഈസി ആയിട്ട് ഓസ്ട്രേലിയ ആ 19 റൺ അടിച്ചെടുത്ത് സെക്കൻഡ് ടെസ്റ്റ് വിജയിക്കുന്നത് നമ്മൾ കണ്ടു. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഈ ടെസ്റ്റിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. അതായത് അവരുടെ മിച്ചൽ സ്റ്റാർക്ക് അതിശക്തമായിട്ട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ മക്സ്വീനി അവരുടെ പുതുമുഖം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇന്നിങ്സ് കളിച്ചു. അത്യാവശ്യം ടച്ചിലേക്ക് വന്നു. സെക്കൻഡ് ഇന്നിങ്സിലൊക്കെ ആ ഒരു കവർ ഡ്രൈവ് അടിച്ചു, അതുപോലെ ഒരു കട്ട് അടിച്ചു, വളരെ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ ലബൂഷൻ തിരിച്ച് ഫോമിലേക്ക് വന്നു, ഹെഡിന്റെ സെഞ്ചുറി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓസ്ട്രേലിയക്ക് സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഈ രണ്ടാം ടെസ്റ്റിലുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ സ്മിത്തിന്റെയും അതുപോലെ തന്നെ ഉസ്മാൻ ഖോജയുടെയും ഫോമാണ്. അതും കൂടെ അവർ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഓൺ ആയിട്ടുള്ള ഒരു ടീമായിരിക്കും മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഓസ്ട്രേലിയ. ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നിതീഷ് റെഡ്ഡി ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ രണ്ടാം ടെസ്റ്റിൽ പോസിറ്റീവായിട്ട് എടുത്ത് പറയത്തക്കായിട്ടുള്ളൂ. വാട്ട് എ പ്ലെയർ. അതായത് ഇത്രയും പ്രഷർ സിറ്റുവേഷനിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് നിതീഷ് റെഡ്ഡി ബാറ്റ് ചെയ്യുന്ന കണ്ടാൽ തോന്നില്ല. അത്ര ഈസി ആയിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തു. ആ ടെമ്പറമെന്റ്, അതുപോലെ തന്നെ കോൺഫിഡൻസ്, ഇതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അസറ്റ് തന്നെയാണ് നിതീഷ് റെഡ്ഡി ആസ് എ ബാറ്റിംഗ് ഓൾറൗണ്ടർ. നെഗറ്റീവ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇന്ത്യ കയ്യിലിരുന്ന കോൺഫിഡൻസ് കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറയണം. കാരണം ന്യൂസിലാൻഡുമായിട്ട് 3-0 തോറ്റിട്ട് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഫസ്റ്റ് ടെസ്റ്റ് അഗ്രസീവായിട്ട് ഓസ്ട്രേലിയ ഇത്ര ഒരു മാസീവായിട്ടുള്ളൊരു വിൻ ഇന്ത്യ നേടിയിട്ട് അത്രയും കോൺഫിഡൻസ് ഇന്ത്യ നേരെ താഴോട്ട് പോവാണ് സംഭവിച്ചത് രണ്ടാം ടെസ്റ്റിൽ. ഫസ്റ്റ് ടെസ്റ്റിൽ കണ്ട ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് പല ഇന്ത്യൻ പ്ലേയേഴ്സിലും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നപ്പോൾ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാരണം രോഹിത് ശർമ്മയാണോ എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ രോഹിത് ശർമ്മ ബാറ്റിംഗിലായാലും ക്യാപ്റ്റൻസിലായാലും ഓവറോൾ ഒരുപാട് നിരാശപ്പെടുത്തി രണ്ടാം ടെസ്റ്റിൽ. ആസ് എ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മൈൻഡ് സെറ്റ് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ന്യൂസിലാൻഡുമായിട്ട് സീരീസ് തോറ്റപ്പം പത്രസമ്മേളനത്തിൽ രോഹിത് ശർമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, 12 വർഷത്തിൽ ഒരിക്കലൊക്കെ ആവാം തോൽവി. അങ്ങനെയല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഒരു ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ക്രിക്കറ്റ് വേൾഡ് ഇത്രയും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച്, അവരുടെ ക്യാപ്റ്റനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു പൊസിഷൻ അല്ല എടുക്കേണ്ടത്. അഗ്രസീവായിട്ട് എല്ലാ കളിയും ജയിക്കണം, ഓരോ കളിയും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് വരേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ രണ്ടാം ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിൽ രോഹിത് ശർമ്മ അത്ര ഡിസപ്പോയിന്റഡ് ആയിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പുള്ളി ഇരുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഓരോ തോൽവിയുടെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ക്യാപ്റ്റൻ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ വളരെ ശക്തമായിട്ട് പോസിറ്റീവായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് മൂന്നാം ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കോൺഫിഡൻസ് എങ്ങനെ തിരിച്ചെടുക്കുക, ആ ഒരു മെന്റൽ സ്ട്രെങ്ത്. ആ ഒന്നാം ടെസ്റ്റിൽ വിജയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസിലേക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് 2 ഓപ്ഷനാണുള്ളത്. ക്യാപ്റ്റൻസി ബൂമറയെ ഏൽപ്പിക്കുക, സേഫ് ആവുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ട് ടീമിനെ നയിച്ച് ഈ മൂന്നാം ടെസ്റ്റ് ജയിച്ച് സീരീസിലേക്ക് തിരിച്ചു വരിക, ബാക്കിയുള്ള ടെസ്റ്റുകളോട് ജയിച്ചിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടും. പണ്ടത്തെ പോലെയല്ല, ഏറ്റവും ശക്തമായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടും. കാരണം കോഹ്ലി ഫോമിലേക്ക് തിരിച്ചു വന്നു എന്ന് ഓരോ പ്രാവശ്യം തോന്നിപ്പിക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കോഹ്ലി തന്റെ പ്രൈമിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഒരിക്കലും. കാരണം കോഹ്ലിയെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ സംബന്ധിച്ച് എത്ര ഫോം ഔട്ട് ആണെങ്കിലും വൺസിന്റെ മേലെ ഒരു സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. കോഹ്ലിയുടെ പ്രൈമിൽ ഇങ്ങനെയല്ല. ഇപ്പോൾ കോഹ്ലി സെഞ്ചുറി അടിച്ചുകൊണ്ടേ ഇരുന്നെന്ന് മാത്രമല്ല, സെഞ്ചുറി അടിക്കാത്ത മാച്ചുകളിലും കോഹ്ലി റൺസ് കണ്ടെത്തിയിരുന്നു. ഒരു 70, 50, 40, 30 ഒക്കെ റൺസ് കണ്ടെത്തിയിരുന്നു. ആ ഒരു ഋതത്തിലേക്ക് കോഹ്ലി എത്തിയാലേ ഇന്ത്യയുടെ മിഡിൽ ഓർഡറിലുള്ള ബാറ്റിംഗ് സ്ട്രെങ്തൻ ആവുകയുള്ളൂ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. രോഹിത് ശർമ്മയും തന്റെ ടെക്നിക്കിലുള്ള ഫ്ലോ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അത് തിരുത്താനുള്ള വഴികൾ കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം അകത്തേക്ക് സ്വിങ് ചെയ്യുന്ന ബോളിൽ LBW ആവുക അല്ലെങ്കിൽ ക്ലീൻ ബോൾഡ് ആവുക, ഇതേ പാറ്റേണിൽ തന്നെയാണ് രോഹിത് ശർമ്മ നോക്കുകയാണെങ്കിൽ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ
നോക്കുവാണെങ്കിൽ ഒരുപാട് മാച്ചസിൽ ഔട്ടായിരിക്കുന്നത്. ആ ഒരു ടെക്നിക്കൽ ഫോം, അതിന് വേണ്ട തിരുത്തലുകൾ വരുത്തി രോഹിത് ശർമ്മ തിരിച്ചു വരേണ്ടതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോളിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഷമിയുടെ അഭാവം വലിയൊരു കുറവ് തന്നെയാണ്. റാണ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ടെസ്റ്റിലും അല്ലാതെ നിരാശപ്പെടുത്തി. ഇറ്റ്സ് ഓബിയസ്, ഒരു ന്യൂ കമറിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ബോളിങ്ങിൽ ഒരുപാട് നെഗറ്റീവ് പറയാനില്ല, പക്ഷെ ബൂംറയ്ക്ക് തക്കതായിട്ടുള്ള ഒരു സപ്പോർട്ട് സിറാജിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഹർഷിത് റാണയുടെ ഭാഗത്തുനിന്നോ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ചും രണ്ടാം ടെസ്റ്റിൽ അത് കിട്ടിയില്ല. കാരണം ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് ട്രബിൾ കൊടുക്കുന്നത് ബൂംറ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെ അവർ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഓസ്ട്രേലിയയുടെ ബോളിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് അവരുടെ 3 ഫേസ്റ്റ് ബോളേഴ്സും ഒരുപോലെ ട്രബിൾ ചെയ്യുന്നുണ്ട് അവരെ. ബൊളാണ്ട് ആയാലും അതുപോലെ തന്നെ കമിൻസ് ആയാലും അതുപോലെ തന്നെ സ്റ്റാർക്ക് ആയാലും ഇന്ത്യൻ ബാറ്റ്സ്മാനെ ട്രബിൾ ചെയ്യുന്നുണ്ട്. തിരിച്ച് ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളേഴ്സ് അങ്ങനെ ട്രബിൾ ചെയ്യുന്നില്ല എന്നുള്ളത് വെറി ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ബൂംറ മാത്രമേ ആ ഒരു ഇമ്പാക്ട് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഒരുപക്ഷെ ഷമി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായനെ. പക്ഷെ ഷമി 4ാം ടെസ്റ്റിലാണ് തിരിച്ചു വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുന്നതിനെക്കാട്ട് നല്ലത് വരാതിരിക്കുന്നതാണ്. കാരണം 3ാം ടെസ്റ്റ് കൈവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ 4ാം ടെസ്റ്റിൽ ഷമി വന്നിട്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഓസ്ട്രേലിയ അവരുടെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് എല്ലാം തിരിച്ച് നേടിയിരിക്കുകയാണ് ഈ ടെസ്റ്റോട് കൂടി. ഇനി അപ്പോൾ 3ാം ടെസ്റ്റിൽ അവർ വരുന്നത് ഇനിയും ശക്തമായിട്ടായിരിക്കും. ഇനി കുറച്ച് പ്രശ്നങ്ങളും കൂടെ അവർക്ക് പരിഹരിക്കാനുണ്ട്. സ്മിത്തിന്റെ ഫോം, അതുപോലെ ഖോജയുടെ ഫോം, അതൊക്കെ അവർ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വീണ്ടും ഓസ്ട്രേലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും. ഇപ്പോൾ 3ാം ടെസ്റ്റ് പിങ്ക് ബോൾ ടെസ്റ്റ് അല്ല, ഡേ നൈറ്റ് ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടെസ്റ്റിലെ പെർഫോമൻസ് ഇന്ത്യക്ക് ആവർത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ മെന്റലിയും അതുപോലെ തന്നെ ഫിസിക്കലിയും എല്ലാ രീതിയിലും സ്ട്രോങ് ആയിട്ട് ഓസ്ട്രേലിയക്ക് നന്നായിട്ടൊരു നല്ല ചലഞ്ച് കൊടുക്കാൻ ഇന്ത്യക്ക് പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ BGT വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.